ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വരുവാനും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാനും കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഒരു ദൈവീക കൽപ്പനയാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. നാം എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, മനുഷ്യരെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. അതൊരു ദൈവീക കൽപ്പനയാണ്. ഇപ്പോഴാണ് അത് ചെയ്യേണ്ടത്. നാം മാറ്റിവെക്കാൻ പാടില്ല. നാളത്തേക്ക് മാറ്റിവെക്കാൻ സാധ്യമല്ല. ഈ കൃപായുഗത്തിൽ, ഈ രക്ഷാദിവസത്തിൽ ഈ സമയം നഷ്ടപ്പെടുത്താതെ നാം ഓരോരുത്തരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും, എല്ലാ സ്ഥലത്തും എല്ലായിടത്തുമുള്ള സകല മനുഷ്യർക്കും വേണ്ടതായ അതിപ്രധാനമായ കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. മാനസാന്തരമില്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരം യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണമെന്ന്. കാര്യം എന്താണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലം ഇനി ഏറെ ഇല്ല ദൈവമക്കളെ. നാം ഓരോരുത്തരും അന്ത്യകാലയളവിലേക്ക് എത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനു മുമ്പ് നാം ഓരോരുത്തരും മാനസാന്തരപ്പെടണം. നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നാം ഓരോരുത്തരും മാനസാന്തരപ്പെട്ടുവോ? ശരിയായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണോ നാം മുമ്പോട്ട് പോകുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒരു ആത്മപരിശോധന നടത്തണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ആ മത്തായിയുടെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നാം മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നാം നമ്മിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. മാനസാന്തരം ലഭിച്ചു. പണ്ട് പള്ളിയിൽ പോകാത്തവരിപ്പോൾ പള്ളിയിൽ പോയി തുടങ്ങി, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകാത്തവർ കൂട്ടായ്മയ്ക്ക് പോയി തുടങ്ങി. വേദപുസ്തകം വായിക്കുന്നുണ്ട്. പണ്ട് വേദപുസ്തകം വായിച്ചിരുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നുണ്ട്, അതുപോലെ സാക്ഷ്യം പറയുന്നുണ്ട്. ഇതെല്ലാം പുറമേയുള്ള കാര്യങ്ങൾ മാത്രം. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെന്നില്ല. ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വരാം, ദൈവവചനം പറയാം, സാക്ഷ്യം പറയാം. ഇതെല്ലാം പുറമേ എല്ലാം നടക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിയായ ഒരു മാനസാന്തരം വന്നുവോ എന്ന് ചിന്തിക്കുക. അത് എങ്ങനെ അറിയാം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. ഏത് വൃക്ഷത്തെയും അതിൻ്റെ ഫലം കൊണ്ടറിയാം. നമ്മിൽ നിന്ന് വരുന്ന ഫലം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ആ ഫലം ഏത് ഫലമാണ് നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം
നല്ല വൃക്ഷമാണോ ചീത്ത വൃക്ഷമാണോ, നാം മാനസാന്തരപ്പെട്ടുവോ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അറിയാം എന്താണ് ഫലമെന്ന് പറയുന്നത്. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ദൈവമക്കളെ, ഈ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് നാം ചിന്തിക്കുക. കർത്താവേ, എന്നിൽ നിന്ന് വരുന്ന ഫലം എന്താണ്? എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, എൻ്റെ ചിന്തകൾ എന്തെല്ലാമാണ്, എൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ്? ഇതൊക്കെ നമ്മെ തന്നെ നാം ശോധന ചെയ്യുമ്പോൾ, നമ്മിലേക്ക് തന്നെ പരിശോധിക്കുമ്പോഴാണ് ഇന്നും ശരിയായ ഒരു മാനസാന്തരം എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നത്. അത് നാം കാണുമ്പോഴാണ് കർത്താവേ, ഇനി എനിക്കൊരു ശരിയായ ഒരു മാനസാന്തരം തരണമേ കർത്താവേ, ശരിയായ ഒരു മാനസാന്തരത്തിലേക്ക് എന്നെ നയിക്കണമേ കർത്താവേ. അതിനുവേണ്ടി നിൻ്റെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ ഇരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് ഞാൻ മാനസാന്തരപ്പെടുകയാണ്. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം വാക്യങ്ങൾ. ഈ മാനസാന്തരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അനേകം വാക്യങ്ങളും എല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വേദപുസ്തകം വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാം നശിച്ചു പോകും, നാം നഷ്ടപ്പെട്ടു പോകും. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-5 വാക്യങ്ങൾ ഒരേ വാക്യങ്ങൾ തന്നെയാണ് നമുക്ക് വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവമക്കളെ, നാം ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. നിത്യയാതനയിലേക്ക്, നിത്യദണ്ഡനത്തിലേക്ക് നാം ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ഈ വചനം നമുക്ക് തരുന്നത്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെടണം, ആരും നശിച്ചു പോകരുത്, ഒരു മനുഷ്യനും നശിച്ചു പോകരുത്, നിത്യനാശത്തിലേക്ക് പോകരുത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാം. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നാം ആരും തൃപ്തിപ്പെടാനില്ല. ഇനിയും എല്ലാ ദിവസവും നാം മാനസാന്തരപ്പെടണം. എല്ലാ ദിവസവും നാം മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. എല്ലാ ദിവസവും നമ്മെ തന്നെ ആത്മപരിശോധന നടത്തണം. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ യേശു പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ യേശു പ്രസാദിക്കാത്ത എന്തെല്ലാം ചിന്തകൾ, എന്തെല്ലാം ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം ദിനംപ്രതി ദൈവസന്നിധിയിലിരുന്ന് നമ്മെ തന്നെ കാണുമ്പോഴാണ്, നമ്മുടെ ആളത്വം നാം കാണുമ്പോഴാണ്, നമ്മുടെ സ്റ്റഫ് മനസ്സിലാക്കുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നത്. കർത്താവേ, എനിക്കൊരു മാനസാന്തരം തരണമേ, ഇന്നും എനിക്ക് മാനസാന്തരം തരണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കളെ, സഭകൾക്കുള്ള ദൂതുകളിൽ പറയുന്നുണ്ട്. 7 സഭയ്ക്കുള്ള ദൂതാണ് നാം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഈ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ആ സഭയോട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടുക എന്ന്, മാനസാന്തരപ്പെടുക എന്ന്. ആദ്യത്തെ സഭ എഫെസസിലെ സഭയാണ്. അതിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 5-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ദൈവമക്കളെ, ആ സഭയോട് പറയുകയാണ്. നമുക്കറിയാം, സഭ ഇന്നത്തെ ദൃശ്യസഭകളൊന്നും അല്ല അത്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 47-ാം വാക്യം, രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമുക്ക് വായിക്കാം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സഭയിലുള്ളവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു.
അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമായിരുന്നു ആ സഭ. 7 സഭകൾക്കും ദൂതെഴുതി. ആ ആദ്യത്തെ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കർശനമായിട്ട് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് നീ മാനസാന്തരപ്പെടുക എന്ന്. മാനസാന്തരപ്പെടുക. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്, ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരാണ്. വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന ആ സഭ ഇന്നത്തെ അവരുടെ അവസ്ഥ, ആ സഭയുടെ അവസ്ഥ കണ്ടുകൊണ്ട് കർത്താവ് വേദനയോടെ അവരോട് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന്. വലിയ പാപങ്ങളൊന്നും അവർക്ക് സംഭവിച്ചില്ല. ഒരൊറ്റ കുറ്റമേ ഉള്ളൂ. വലിയ പാപങ്ങളൊന്നും ആ സഭയ്ക്ക് പറ്റിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ആദ്യ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയി. ദൈവമക്കളെ, ആ ഒരു കുറ്റം അവരുടെ ജീവിതത്തിൽ, ആ ഒരു തെറ്റ്, ആ ഒരു പാപം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവർ വീണുപോയി. ആ സഭ വീണുപോയി, കൃപയിൽ നിന്ന് വീണുപോയി, മാനസാന്തരം നഷ്ടപ്പെട്ടു. ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, വചനത്തിലൂടെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ഞാൻ ഇന്നും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണോ എന്ന്. പിന്നീടുള്ള 5 സഭകളിലും പറയുന്നത് അവർ മാനസാന്തരപ്പെടുക എന്ന്. ഏറ്റവും അവസാനത്തെ ലവോദിക്ക സഭയോട് പറയും, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടാൽ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന്. ഞാൻ വാതിൽക്കൽ നിന്ന് വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവമക്കളെ, മാനസാന്തരപ്പെടുക. ആവർത്തിച്ച് സഭയോട് കൽപ്പിക്കുകയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് എന്ത് പ്രസക്തിയുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക, ജീവിതത്തെ പരിശോധിക്കുക. മാനസാന്തരപ്പെടാനുള്ള അവസരമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത്. ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാം നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷ വേളയിൽ ജനത്തെ ശാസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ജനത്തെ ശാസിച്ചു. അവർ വീര്യപ്രവൃത്തികൾ നടന്ന ആ ദേശത്തെ കണ്ട്, ആ സ്ഥലത്തെ കണ്ട് യേശു അവരെ ശാസിക്കുന്നതായിട്ട്, അവർ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് അവരെ ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. യേശു അനേകം സന്ദർഭങ്ങളിൽ ശാസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ജ്വരം മാറുന്നതിന് വേണ്ടി ശാസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഭൂതത്തെ ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അശുദ്ധാത്മാക്കളെ ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പത്രോസിനെ യേശു ശാസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ ഈ ശീമോൻ പത്രോസിനെ ശാസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അനേകം സന്ദർഭങ്ങളിൽ യേശു ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാ ഇവിടെ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് ഇന്നും പലർക്കും ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചാൽ മതി. ഈ ലോകപ്രകാരമുള്ള അടയാളങ്ങൾ കാണണം, അത്ഭുതങ്ങൾ കാണണം, ഇതെല്ലാം മതി. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറണം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ മാറണം, മക്കൾ നന്നായിട്ട് പഠിക്കണം. ഈ ലോകപ്രകാരമുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറിക്കിട്ടിയാൽ മതി. അതിനപ്പുറം എനിക്കൊരു മാനസാന്തരം വേണം, എനിക്കൊരു വ്യക്തമായ ഒരു മനസ്സ് മാറണം, എൻ്റെ ഹൃദയം മാറണം, എനിക്കൊരു രൂപാന്തരം വേണം, ആ അകം മാറണം. ഹൃദയാന്തർഭാഗത്തുള്ള പാപങ്ങൾ ഓരോന്നോരോന്നായി കഴുകപ്പെട്ട് എനിക്കൊരു വിശുദ്ധനായി തീരണമെന്നുള്ള ആ വ്യഗ്രത, ആ അതിയായ ദാഹം ദൈവമക്കളെ എത്ര പേർക്കുണ്ട്? അതിനുവേണ്ടി നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവമക്കളെ, വചനം കേൾക്കുന്നുണ്ട്, നാം എല്ലാവരും വചനം കേൾക്കാൻ പോകുന്നുണ്ട്. വചനം കേട്ടിട്ട് മടങ്ങി വന്നിട്ട്
ഇതെന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്? എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിച്ചത് എന്താണ്? എനിക്ക് ശുദ്ധീകരണത്തിന് എന്ത് വചനമാണ് ലഭിച്ചതെന്ന് നാം ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് കണ്ടുപിടിക്കാറുണ്ടോ? ആ വചനത്തിനനുസരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്താറുണ്ടോ ദൈവമക്കളെ? ദൈവദാസൻ പുസ്തകങ്ങൾ എഴുതി, 150 പുസ്തകത്തിലേറെ എഴുതി. നമ്മൾ എത്ര പേരത് വായിക്കുന്നുണ്ട്? എത്ര പേര് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയോടെ ആ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്? ദൈവദാസൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എത്ര പേര് കേൾക്കുന്നുണ്ട് ദൈവമക്കളെ? നാം ഇതൊക്കെ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് ഇതെല്ലാം ചെയ്യണം ദൈവമക്കളെ. ഇതെല്ലാമാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവമക്കളെ. ഈ ഹോംവർക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അധ്യാപകർ പിള്ളേരോട് പറയും, കുട്ടികളോട് പറയും, നിങ്ങൾ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യണമെന്ന്. ഒരു അക്കാഡമിക് ഇയറിൽ 200 ദിവസങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 200 ദിവസവും കുട്ടികൾ സ്കൂളിൽ വന്നതുകൊണ്ട് പരീക്ഷ പാസ്സാകണമെന്നില്ല. അല്ലെങ്കിൽ സ്കൂളിൽ പുസ്തകങ്ങളുമായിട്ട് പോയി ക്ലാസ്സിലെ എല്ലാ ദിവസവും അറ്റൻഡൻസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ആ കുട്ടി പാസ്സാകണമെന്നില്ല. ഓരോ ദിവസവും അധ്യാപകൻ പറയും ഇന്നതെല്ലാം ഹോംവർക്ക് ചെയ്യണമെന്ന്. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ആ കുട്ടി പരാജയപ്പെട്ടു പോകും. നമുക്കറിയാവുന്ന കാര്യമാണ് ദൈവമക്കളെ. ഹോംവർക്ക് ചെയ്യാൻ ഇന്ന് പലർക്കും ഇഷ്ടമില്ല. ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സന്മനസ്സ് കാണിക്കുന്നില്ല, മനസ്സ് കാണിക്കുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് പുസ്തകങ്ങൾ വായിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് പരിശോധിക്കുക, പാപങ്ങളെ ഓർത്ത് ഏങ്ങലടിച്ച് കരയുക. ദൈവമക്കളെ, ഇതെല്ലാമാണ് വീട്ടിലിരുന്ന് ചെയ്യേണ്ടത് ദൈവമക്കളെ. നാം ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറായി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിക്കണം ദൈവമക്കളെ. അതാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, അതിനുവേണ്ടി നമുക്കൊരു തീരുമാനമെടുക്കാം. എങ്ങനെയാണ് ഈ മാനസാന്തരത്തിലേക്ക് ഒരു വ്യക്തി മാറുന്നത് ദൈവമക്കളെ? മാനസാന്തരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് പാപബോധമാണ്. പാപബോധമില്ലാതെ നമുക്ക് മാനസാന്തരത്തിലേക്ക് ഒരു വ്യക്തിക്കും മാറാൻ സാധിക്കില്ല. ആ പാപബോധം ലഭിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവന് പാപബോധം ലഭിക്കുകയാണ്. അവൻ വരുമ്പോഴോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്ന് പാപബോധം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവമാണ് പാപബോധം എന്ന് പറയുന്നത്. എത്ര പേർക്ക് പാപബോധമുണ്ട്? ദൈവമക്കളെ? പാപത്തെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ കരയാറുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കരയാറുണ്ടോ? ദൈവസന്നിധിയിൽ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അളവില്ലാതെ പകർന്നു തരണമേ. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലിരുന്ന് യാചിക്കാറുണ്ടോ? എനിക്ക് പാപബോധം തരണമേ, എനിക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ തരണമേ. നാം ഒരു വാക്യം നമുക്കറിയാമല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിന്ന് യാചിക്കണം. യാചനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. കർത്താവേ, ഇത് ലഭിക്കാതെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ നിന്ന് മുട്ടിപ്പായി മടുത്തുകൂടാതെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെ നിഗൂഢമായ രംഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം കടന്നു വരുമ്പോൾ നമുക്ക് പാപബോധം ലഭിക്കും. മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ കാണിച്ചു തരും. ആ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ ഓരോന്നോരോന്നായി ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവമക്കളെ, പാപബോധം. ഹല്ലേലൂയ. പാപബോധം നമുക്കുണ്ടോ? ദൈവമക്കളെ, ഞാൻ ഈ വചനം പറയുമ്പോൾ എനിക്കൊരു പാപബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ധരിച്ചത്. ഞാനൊരു നീതിമാനായിട്ടാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞാനൊരു പാപിയാണെന്ന് എനിക്ക് തന്നെ ബോധ്യം ലഭിച്ചത്. വേറെ പ്രകടമായ പാപത്തിലേക്കൊന്നും പോയിട്ടില്ല. മദ്യപാനമില്ല,
അല്ലെങ്കിൽ സിനിമയില്ല, നല്ല കുട്ടിയായിട്ട് ചീത്ത കൂട്ടുകെട്ടുകളില്ല, അതുപോലെ നല്ല മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ധരിച്ചിരുന്നത്. ദൈവമക്കളെ, ചെറുപ്രായത്തിൽ തന്നെ നല്ല ശിക്ഷണത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി. എൻ്റെ പിതാവ് ദൂരത്ത് ഗവൺമെൻറ് ജോലിയൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറായിരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ ആത്മീയമായും ഭൗതികമായും ഉയർച്ചയ്ക്കെല്ലാം കാരണമായി തീർന്നത് ആ ദൈവദാസൻ്റെ നാവിൽ കൂടി കടന്നു വന്ന ദൈവവചനമാണ്. ആ വീട്ടിൽ ഞാൻ ജനിച്ചു, ആ വീട്ടിൽ ഞാൻ വളർന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പാപബോധം ഉണ്ടായിരുന്നില്ല. വളർന്നു വന്നപ്പോൾ ഞാൻ അനേക രംഗങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോയി. ഞാൻ നല്ല പ്രസംഗകനാണെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഞാനൊരു ഭക്തനാണെന്ന് ചിന്തിച്ചു പോയി. എന്നാൽ ഈ ദൈവവചനം കേട്ടപ്പോഴാണ് ഞാനൊരു കപട ഭക്തനാണെന്ന് തിരിച്ചറിഞ്ഞത്. എനിക്കൊരു മാനസാന്തരവും ലഭിച്ചിട്ടില്ല. എൻ്റെ പുറമെയൊക്കെ എനിക്ക് മാറി, പുറമെയൊക്കെ എനിക്ക് മാറ്റം ലഭിച്ചു, എന്നാൽ എൻ്റെ ഹൃദയം മാറിയിട്ടില്ല എന്നുള്ള സത്യം ഈ വചനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദൈവമക്കളെ, പാപബോധം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് പാപബോധമാണ്. പാപബോധം ശരിയായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പശ്ചാത്താപം കിട്ടും. ദൈവസന്നിധിയെ കരയാൻ തുടങ്ങും. കർത്താവേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയല്ലോ, എൻ്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു പോയി. കർത്താവേ, ഞാൻ നിൻ്റെ കൈകളിൽ ഞാനാണ് ആണി അടിച്ചത്. കർത്താവേ, ഞാൻ നിൻ്റെ മുഖത്ത് തുപ്പി. കർത്താവേ, നിൻ്റെ വിലാപ്പുറത്തേക്ക് ഞാൻ ആഞ്ഞു കുത്തി. കർത്താവേ, ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിലിരുന്ന് കരയാൻ തുടങ്ങും. ദൈവമക്കളെ, ആ ക്രൂശിനെ നാം ദർശിക്കാൻ തുടങ്ങും. ആ ക്രൂശിൻ്റെ മുമ്പിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ കടന്ന് കരയാൻ തുടങ്ങും. പശ്ചാത്താപത്തോടെ നാം ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങും. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ വിറയ്ക്കാൻ തുടങ്ങും. താവേ, ഞാൻ നിൻ്റെ സന്നിധിയെ ഭയപ്പെടുന്നു, നിൻ്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല എന്ന് നാം ദൈവസന്നിധിയെ ഏറ്റുപറയാൻ തുടങ്ങും. ദൈവമക്കളെ, ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയ നുറുക്കത്തോടെ നാം ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങും. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നുറുക്കം വരുന്നുണ്ടോ? നാം ദൈവസന്നിധിയിൽ കരയാറുണ്ടോ? കണ്ണുനീര് വറ്റിപ്പോയോ സമൂഹമായിട്ടാണോ നാം നിൽക്കുന്നത്? ദൈവമക്കളെ, ഹല്ലേലൂയ. കണ്ണുനീര് വറ്റിപ്പോയോ നമുക്ക്? ഹല്ലേലൂയ. ദൈവം ചെയ്ത കൃപകളെ ഓർത്താൽ ഹല്ലേലൂയ, ആ നന്ദിയുടെ കണ്ണുനീര് നാം ദൈവസന്നിധിയിൽ ഒഴുക്കുകയില്ലേ? ദൈവമക്കളെ, കണ്ണീരോടെ ദൈവസന്നിധിയിൽ നാം കരയുകയില്ലേ? ഹല്ലേലൂയ. നന്ദിയുടെ കരച്ചിൽ നമുക്കുണ്ടോ? ദൈവമക്കളെ, ഹല്ലേലൂയ. ഇതാ ഒന്നാമത്തെ കാര്യം പാപബോധം, രണ്ടാമത്തത് പശ്ചാത്താപം, മൂന്നാമത്തത് ഏറ്റുപറച്ചിൽ. ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തുടങ്ങും. ദൈവമക്കളെ, നാം പാവങ്ങളെ ഓരോന്നോരോന്നായി ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തുടങ്ങും. ലജ്ജയോടെ ഏറ്റുപറയാൻ തുടങ്ങും. കർത്താവേ, പാപം എൻ്റെ ഉള്ളിൽ നിന്നാണ്, പുറമേ നിന്ന് വന്നതല്ല, ബാഹ്യമായ ഒരു ശക്തിയിൽ നിന്നുമല്ല എൻ്റെ പാപം വന്നത്. കർത്താവേ, പുറമേ നിന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ലല്ലോ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആ ദുശ്ചിത്തം വന്നത്, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആ വ്യാജം വന്നത്, ആ നുണ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. കർത്താവേ, നീ അത് കണ്ടല്ലോ. ദൈവസന്നിധിയിൽ ദൈവമക്കളെ, പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങും. ഹല്ലേലൂയ. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. പാപം ഏറ്റുപറയുമ്പോൾ ഇനി മേലാൽ എൻ്റെ ജീവിതത്തിൽ ആ പാപം വരികയില്ല എന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവമക്കളെ സത്യമായ ഒരു മാനസാന്തരം ലഭിക്കുന്നത്. സത്യമായ ഒരു മാനസാന്തരം നമുക്ക് ലഭിക്കുന്നത് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു മാനസാന്തരത്തിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ, നയിക്കട്ടെ. ദൈവമക്കളെ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. നാം വചനം കേട്ടിട്ട് നമ്മെ തന്നെ ചതിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പ്രവാചകൻ ഒരു വാക്യം ഇങ്ങനെ എഴുതുന്നുണ്ട്. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്ന്
നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. വായ് കൊണ്ട് വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. ദൈവമക്കളെ, ഇതല്ലേ നമ്മുടെ അവസ്ഥ? പുറമേ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, അനേകരെ ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം ആ വചനം നാം അനുസരിക്കുന്നുണ്ടോ? 73 കാലയളവ് മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നടുവെ സമൃദ്ധിയായിട്ട് വചനം തരുന്നുണ്ട്. ഇത്രയും കാലം വചനം തന്നിട്ട് വചനത്തെ പ്രമാണിച്ചിട്ടുണ്ടോ? ആ വചനത്തെ അനുസരിക്കുന്നുണ്ടോ? ആ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവമക്കളെ, 1973 മെയ് മാസം 11-ാം തീയതി ദൈവമക്കളെ, കാലത്ത് 9 മണിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൽ വന്ന് നിറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൈവദാസനിൽ ഹല്ലേലൂയ ആവസിച്ചു. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇതുവരെ ഈ കൂട്ടായ്മയെ സ്വർഗ്ഗത്തിലെ ദൈവം നടത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പരിശുദ്ധാത്മാവ് കൊണ്ടൊന്ന് എനിക്ക് നിറയണം. അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് മാറിപ്പോയിട്ടില്ല ദൈവമക്കളെ. സാറ് കടന്നുപോയി എന്നാൽ ഹല്ലേലൂയ, ചാച്ചൻ കടന്നുപോയി എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറിയിട്ടില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഇനി കർത്താവിൻ്റെ വേല ചെയ്യണം, ഒരു വിശുദ്ധനായി ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വാസ്തവത്തിലൊരു മാനസാന്തരം അനുഭവിക്കുവാൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ഇനി മുതൽ കർത്താവേ ജീവിതത്തിൽ കർത്താവേ ഒരു തെറ്റും പറ്റാതെ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ കർത്താവേ ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ അതിശയമായി നടത്തണമേ, ഞങ്ങളെ അന്ത്യത്തോളം വഴി നടത്തണമേ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.